ഹായ് ക്രിയേറ്റേഴ്സ്, യൂട്യൂബിന്റെ പല ഓപ്ഷൻസും നമ്മൾ എനേബിൾ ചെയ്യാനുണ്ട്. ചെയ്യാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. താങ്ക് യു. ഹായ് ക്രിയേറ്റേഴ്സ്, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് യൂട്യൂബിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഓണാക്കി വിടേണ്ടത്, അതുപോലെ വൈറ്റി സ്റ്റുഡിയോയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഓണാക്കി വിടണം. പലരുടെയും ഓഫിലാണ് ഇരിക്കുന്നത്. പലരോടും ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ നേരം നോക്കിച്ചപ്പോൾ മിക്ക ആളുകളുടെയും ഓഫിലാണ് ഇരിക്കുന്നത്. ഒരു കാരണവശാലും നമ്മുടെ വീഡിയോസ് യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യാൻ സാധ്യതയില്ല. പ്രൊമോട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടെങ്കിൽ മാത്രമല്ല യൂട്യൂബ് അത് പ്രൊമോട്ട് ചെയ്യുള്ളൂ. അപ്പം അത് എന്തൊക്കെ സ്വിച്ചുകളാണ്, എന്തൊക്കെയാണ് അതിൻ്റെ ഉപയോഗം എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യത്തെ കാര്യങ്ങൾ ഓണാക്കാൻ വേണ്ടി നമ്മൾ വൈറ്റി സ്റ്റുഡിയോയിലേക്ക് കയറുന്നു. വൈറ്റി സ്റ്റുഡിയോ കയറുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇങ്ങനെ ഒരു പേജിലേക്കാണ് നമ്മൾ കയറുന്നത്. ഇവിടെ നമുക്ക് ഡാഷ്ബോർഡ്, അതുപോലെ തന്നെ കോണ്ടാക്റ്റ്, അനലിസ്റ്റിലേക്ക്, അതുപോലെ തന്നെ കമൻറ്റ്, അതുപോലെ നമ്മുടെ ഡോളർ ചിഹ്നം, ഇത്രയും കാണാം. നമുക്ക് സെറ്റിങ് ചെയ്യേണ്ടത് അവിടെയെങ്കിലുമല്ല, നമ്മുടെ മുകളിലായിട്ട് മൊബൈലിൻ്റെ മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ നമ്മുടെ ഐക്കൺ കാണാൻ പറ്റും. അവിടെ ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് വരുമ്പം നമ്മൾ ഈ പേജിലേക്കാണ് വരുന്നത്. ഇവിടെ സ്വിച്ച് അക്കൗണ്ട് എന്ന് നമുക്ക് കാണാം. ഗൂഗിൾ അക്കൗണ്ട് എന്ന് സെക്കൻഡ്സ് കാണാം. അതിൻ്റെ തൊട്ട് താഴെയായി സെറ്റിംഗ് എന്ന ഓപ്ഷൻസ് കാണാം. നമ്മളപ്പോൾ ആ ഓപ്ഷനിലേക്ക് കയറുന്നു, സെറ്റിങ്സിലേക്ക് കയറുന്നു. സെറ്റിങ്ങിൽ കയറി കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ പുഷ് നോട്ടിഫിക്കേഷൻ എന്ന് കാണുന്ന ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ മാർക്ക് ചെയ്ത് പിടിച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ്. അപ്പോൾ അത് നമ്മൾ ഓണാക്കി വിടുന്നു. അത് ഓണാക്കുന്ന സമയത്ത് നമുക്ക് വരുന്നത് ഈ പേജാണ്. ഇവിടെ ഞാൻ എൻ്റെ എല്ലാം ഓണാക്കിയേക്കാണ്, അതുകൊണ്ട് ഓണിലിരിക്കും. പക്ഷെ പലരുടെയും ഇത് ഓഫാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ആദ്യം കിടക്കുന്ന കമൻറ്റ്സ് എന്നുള്ളതാണ്. ആ കമൻറ്റ്സിൽ നമ്മൾ പുഷ് ചെയ്യുമ്പോൾ ഇത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ കമൻറ്റ് ഓണാക്കി കഴിയുന്നു. ഈ ആൾ എന്നുള്ള ബട്ടനാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം ഓളാണ് നമ്മൾ ഓണാക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ഓളിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എല്ലാ കാര്യങ്ങളും ഓണാകും. ഓരോന്നായിട്ട് ഓണാക്കേണ്ട കാര്യമില്ല, ഇത് എല്ലാം നമുക്ക് ഓണാകും. അതുപോലെ നമ്മുടെ അനലിറ്റിക്സ്, അതുപോലെ തന്നെ പോളിസി എറം, അതുപോലെ തന്നെ അപ്ഡേറ്റ്സ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് ഓണാക്കി വിടേണ്ടെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ഓരോന്നിൻ്റെയും വരുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഓണാക്കുന്നു. അതിനുശേഷം നമ്മൾ രണ്ടാമത് നമ്മുടെ ചാനലിൻ്റെ ഓഡിയൻസിൽ കയറുന്നു. ഓഡിയൻസിൽ ഇവിടെ നമുക്ക് 3 ഓപ്ഷൻ കാണാം. അപ്പം ഇതും നമ്മൾ ഓണാക്കി വിടേണ്ടതുണ്ട്. അത് ഓണാക്കി വിടേണ്ടത് ലാസ്റ്റിൽ ഓണാക്കിയിട്ടുണ്ട്. വിത്ത് യുവർ റീവീവ് ദി സെറ്റിംഗ് ഫോർ എവരി വീഡിയോ. അപ്പോൾ നമുക്ക് എല്ലാ വീഡിയോസുമാണ് ഓണാക്കി വിടേണ്ടത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളെ എല്ലാ വീഡിയോസും കാണുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് എവരി വീഡിയോസാണ്. സെക്കൻഡ്സ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫോർ ചിൽഡ്രൻസിനുള്ളതാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മേളിലും അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് എവരി വീഡിയോ ആണ് ഓണാക്കി കൊടുക്കേണ്ടത് ഓഡിയൻസിൽ. അപ്പോൾ നമ്മളിവിടെ എവരി വീഡിയോസ് ഓണാക്കി കൊടുത്തിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് അതിൻ്റെ താഴെയായിട്ട് കാണാം ക്ലിപ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. വ്യൂവേഴ്സ് ക്യാൻ ക്ലിപ്പ് ആൻഡ് ഷെയർ മൈ വീഡിയോസ്. നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻസാണത്. അതുപോലെ തന്നെ സെൻസർ ഔട്ട് ഓഫ് ക്യാപ്ഷൻസ്, അതും നമ്മൾ ഓണാക്കി വിടണം. ഓക്കെ, അപ്പോൾ എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് എല്ലാ കാര്യങ്ങളും നമ്മുടെ വീഡിയോസും ഒക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും അത് അടുത്തൊരാളിലേക്ക് എത്തിക്കാനും നമ്മൾ ഇത് ഓണാക്കി വിടേണ്ടതാണ് തീർച്ചയായിട്ടും. അതിനുശേഷം നമ്മൾ വീണ്ടും ബാക്ക് ഇറങ്ങുന്നു. അതിനുശേഷം വീണ്ടും നമ്മുടെ പ്രൊഫൈലിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന പെൻസിൽ മാർക്കിൽ കയറുന്നു. ഓക്കെ, പെൻസിൽ മാർക്കിൽ കയറി കഴിയുമ്പോൾ നമുക്കിവിടെ കാണാം ആഡ് ഡിസ്ക്രിപ്ഷൻ. അത് നിങ്ങളുടെ ഇഷ്ടമാണ് എന്ത് ആഡ് ചെയ്യണമെന്നുള്ളത്. അത് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ പല ഇത് ആഡ് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് നിങ്ങളുടെ ഓരോ ഇൻസ്റ്റ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ താഴെ ആഡ് ലിങ്ക്സ്, നമുക്ക് എന്തിൻ്റെയൊക്കെ ലിങ്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം. അത് ഇതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കുള്ളത് അതിൻ്റെയൊക്കെ ലിങ്ക് നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഈ ഓപ്ഷൻ. ഇതെല്ലാം നമ്മുടെ മെയിൻ കാര്യം, അതുകൊണ്ട് ഞാൻ അതിലോട്ട് അധികം കിടക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഹോം ടാബ് ഓൺ ആക്കുന്നു.
ഹോം ടാബിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഷോ യുവർ ചാനൽ ഹോം ടാബ് ടു ഹൈലൈറ്റ് ആൻഡ് ഷോ കെയർ കോണ്ടാക്ട് ഫോർ യുവർ ഓഡിയൻസ്. നമ്മുടെ ഓഡിയൻസിലേക്ക് നമ്മുടെ ഹൈലൈറ്റ് ഉള്ള വീഡിയോസ് മറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവരിലേക്ക് എത്തിക്കാൻ നമ്മൾ തീർച്ചയായിട്ടും അത് എനേബിൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ഫോർ യു എന്ന് കിടക്കുന്ന നമുക്ക് കാണാം. അവിടെ യൂട്യൂബ് റെക്കമെൻഡഡ് ഫോർ യു കോണ്ടൻറ്റ് ബേസിക് ഓൺ വ്യൂവേഴ്സ് ഇൻട്രസ്റ്റ്. അപ്പം നമ്മൾ ഇത് ഓണാക്കി കൊടുക്കണം. കാരണം നമുക്ക് നമ്മുടെ വീഡിയോസിനെ ബേസ് ചെയ്ത് നമ്മുടെ ഓഡിയൻസിന് എന്താണ് താല്പര്യം എന്നുള്ള കാര്യങ്ങൾ നമ്മളെ അറിയിക്കാനാണ് നമ്മൾ ഈ ബട്ടൺ ഓണാക്കി വിടേണ്ടത്. അപ്പോൾ ഇത് ഓണാക്കി വിടുക. അതിനുശേഷം നമ്മൾ മോർ സെറ്റിങ്ങിലേക്ക് കിടക്കുന്നു. അതിൻ്റെ താഴെ നമുക്ക് കാണാം ബ്ലൂ കളറിൽ മോർ സെറ്റിംഗ് എന്ന് ഇട്ടിട്ടുണ്ട്. നമ്മൾ മോർ സെറ്റിങ്ങിൽ കയറുന്നു. കയറി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഏതൊക്കെ വീഡിയോ ആണ് പ്രൊമോട്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ കിടപ്പുണ്ട്. അപ്പം നമ്മൾ ആ ക്യാപ്ഷൻ അവിടെ കയറി കഴിയുമ്പോൾ വീഡിയോസ്, ഷോർട്സ്, ലൈവ് സ്ട്രീമെന്ന് നമുക്ക് കാണാൻ പറ്റും. തീർച്ചയായിട്ടും അത് ഓണാക്കി കൊടുക്കുക. അത് ഓണാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നേരെ താഴെ കാണുന്ന ഓൾ കണ്ടൻറ്റ് റെക്കമെൻഡഡ് എന്നുള്ള സ്വിച്ചാണ് നമ്മൾ ഓണാക്കി കൊടുക്കേണ്ടത്. അത് ഓണാക്കി കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാ വീഡിയോസും റെക്കമെൻഡഡ് ആവും. യൂട്യൂബ് അത് റെക്കമെൻഡ് ചെയ്യും. റീസെൻറ്റ് കണ്ടൻറ്റ് ഉള്ളി എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് ഇടുന്ന വീഡിയോസ് മാത്രമേ പ്രൊമോട്ട് ആവുകയുള്ളൂ. അതിലും നല്ലത് നമ്മൾ ഓൾ കോണ്ടാക്റ്റ് റെക്കമെൻഡഡ് എന്നുള്ള താഴത്തെ ബട്ടൺ ഓണായി കൊടുക്കുമ്പോൾ ഇത് മൂന്നും ഓണാവുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അതും നിങ്ങൾ ചെയ്യുക. ഞാനിതെല്ലാം ഓണാക്കി ഇട്ടുകൊണ്ടാണ് ഇത് ഓണി കാണുന്നത്. പലരുടെയും ഇത് ഓഫാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യങ്ങളോട് ചെയ്യുക. ഓക്കെ. അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ള കാര്യം നമ്മൾ യൂട്യൂബിൽ നിന്ന് YT സ്റ്റുഡിയോയിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുന്നു. അതിനുശേഷം നമുക്ക് യൂട്യൂബിലേക്ക് കയറാം. യൂട്യൂബിൽ നമുക്ക് ഫ്രണ്ട് പേജ് ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ താഴെയുള്ള യു എന്ന് കിടക്കുന്ന ഓപ്ഷൻ നമ്മുടെ ഐക്കൺ അതിൽ തൊട്ട് നമ്മൾ നമ്മുടെ യൂട്യൂബിൽ കയറുന്നു. അതിനുശേഷം വലത്ത് സൈഡിൽ കാണുന്ന സെറ്റിങ്സ്, മേളിൽ വലത്ത് സൈഡിൽ കാണുന്ന സെറ്റിങ്സ് ഐക്കൺ കാണാൻ നമുക്ക് അതിലേക്ക് നമ്മൾ കയറുന്നു. കയറുന്നതിന് ശേഷം ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആറാമതായിട്ട് കിടക്കുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലിൻ്റെ ഐക്കണോടെ കിടപ്പുണ്ട്. നമ്മൾ ആ നോട്ടിഫിക്കേഷൻ മാർക്ക് ചെയ്യുകയാണ് ഞാൻ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ നോട്ടിഫിക്കേഷനിലേക്ക് നമ്മൾ കയറി കഴിയുമ്പോൾ നമുക്കിവിടെ കാണാം. ഞാൻ ഇതെല്ലാം ഓണാക്കിയിട്ടേക്കാണ്. പലരുടെയും ഓഫാണ്. ഇവിടെ പല കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ ഓണാക്കിയിടേണ്ടതാണ്. ഇതിനെപ്പറ്റി ഞാൻ വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ വീഡിയോ ലെങ്താവും. അതായത് റെക്കമെൻഡഡ് വീഡിയോ, സബ്സ്ക്രിപ്ഷൻസ്, അതുപോലെ താഴെ ആക്ടിവിറ്റി ഓൺ മൈ ചാനൽ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഒത്തിരിയും കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ മെൻഷന്, അപ്പോൾ അതൊക്കെ ഓണാക്കിയാലേ നമുക്ക് നമ്മുടെ ചാനൽ മെൻഷൻ ആവുള്ളൂ. അപ്പം ഇതെല്ലാം നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇതൊന്നൊന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ലെങ്തായിപ്പം. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം ഓണായി കൊടുക്കണം. അതായത് വാച്ച് ഓൺ TV, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിതെല്ലാം, അതായത് ടാഗ് അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ ഓണാക്കി കൊടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ യൂട്യൂബിൽ ഓണാക്കി വിടേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ചെയ്യുക. അതിൽ നമുക്ക് ഒത്തിരി വ്യത്യാസവും ചാനലിൻ്റെ ഗ്രോത്തും വരും. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം എല്ലാവരും ഓണാക്കി വിടണം. എങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുള്ള റെക്കമെൻഡഡ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണം. തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓണാക്കി ഇടേണ്ട ആവശ്യമാണ്. എല്ലാം എനേബിൾ ആക്കി തന്നെ വിടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അറിയാനുണ്ടെങ്കിലും തീർച്ചയായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങൾ അർജൻ്റ്ലി ആയിട്ട്, അതായത് എത്രയും വേഗം നിങ്ങൾ ഓണാക്കി വിടണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ചാനലിന് ഗ്രോത്ത് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് കൂടുതൽ സബ്സ്ക്രൈബറും അതുപോലെ തന്നെ വാച്ച് ഓവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഓപ്ഷൻസ് എല്ലാം ഓണാക്കി വിടേണ്ടത്. യൂട്യൂബ് റെക്കമെൻഡും അപ്പോഴാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങൾ ഓണാക്കി വിടുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.